വചനം 15 വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, അതു വേണ്ട, ഇന്നഹാ, നിശ്ചയമായും അത്, ലളാ, ലളയാണ്, ആളിക്കത്തുന്ന നരകമാണ്. കല്ലാ ഇന്നഹാ ലളാ, അതു വേണ്ട, ആ കൊതി വേണ്ട, നിശ്ചയമായും അത്, ലളാ, ആളിക്കത്തുന്ന നരകം ആകുന്നു. വചനം 16 വാക്കർത്ഥം. നസ്സാഅത്തൻ, നീക്കി ഉരിച്ചു കളയുന്നതായിട്ട്, ലിഷവാ, തലയുടെ തൊലിയെ, ചർമ്മങ്ങളെ, തലയോട്ടിയെ, നസ്സാഅത്തൻ ലിഷവാ, തലയുടെ തൊലി ഉരിച്ചു നീക്കുന്നത്. വചനം 17 വാക്കർത്ഥം. തദ്ഉ, അത് വിളിക്കും, മൻ അദുബറ, പിന്നോക്കം പോയവനെ, വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് വിളിക്കും. വചനം 18 വാക്കർത്ഥം. വജമഅ, ശേഖരിക്കുകയും ചെയ്തു, ഒരുമിച്ചു കൂട്ടുകയും ചെയ്തു. ഫഔഅ, എന്നിട്ട് സൂക്ഷിച്ചു വച്ച, പാത്രത്തിലാക്കി വച്ച. വജമഅ ഫഔഅ, ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ. വചനം 15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളുടെ വിശദീകരണം. സാരം: അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും ഫലമില്ല. കുറ്റവാളികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകം മാത്രമാണ്. അത് അവരുടെ തലയുടെ തൊലി അഥവാ ശരീരത്തിൻ്റെ പുറംഭാഗങ്ങളൊക്കെ ഉരിച്ചുകളയും. കുറ്റവാളികളെ രക്ഷപ്പെടുവാനോ ഒഴിഞ്ഞു മാറുവാനോ അത് വിടുകയില്ല. അവരെ അത് തന്നിലേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. അശ്ശവ എന്ന പദത്തിന് തലയുടെ തൊലി, തലയോട്, ചർമ്മങ്ങൾ എന്നൊക്കെ അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥമെടുത്താലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. കുറ്റവാളികളെക്കുറിച്ച് അവരുടെ പ്രത്യേകതയായി ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ്. 1. പിന്നോക്കം പോവുക അഥവാ സത്യവിശ്വാസം നിരാകരിക്കുക. 2. തിരിഞ്ഞുകളയുക അഥവാ കൽപ്പനകളെ അവഗണിച്ച് അനുസരണക്കേട് കാണിക്കുക. 3. ധനം ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് വേണ്ട വിധത്തിൽ ചിലവഴിക്കാതെയും കടമകൾ നിറവേറ്റാതെയും കെട്ടിപ്പൂട്ടി വെക്കുക. മറ്റു വിഷയങ്ങളിൽ ഒരുമാതിരി കൊള്ളാവുന്നവരാണെങ്കിൽ പോലും ധനം കെട്ടിപ്പൂട്ടി വെക്കുന്നതിൽ ഉത്സുകരല്ലാത്ത ധനികന്മാർ കേവലം ദുർലഭമായിരിക്കും. അങ്ങനെയുള്ളവർ ഇതുപോലുള്ള താക്കീതുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യസഹജമായ ഒരു കൊള്ളരുതായ്മയെ അല്ലാഹു എടുത്തുകാട്ടുന്നു.